എന്താ ഈ സീക്രട്ട്? ഈ ചോദ്യം കണ്ടപ്പം എന്റെ മനസ്സിലേക്ക് കുറച്ചധികം ചോദ്യങ്ങൾ വന്നു ട്ടോ. അതായത് ഞാനിപ്പം കുറച്ച് വെയിറ്റ് ഉള്ള ഒരാളാണ് എന്ന് വെച്ചിട്ട് ഞാൻ അൺഹെൽത്തി ആവണമെന്നുണ്ടോ? അതുപോലെ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഹെൽത്തി ആവണമെന്നുണ്ടോ? അപ്പൊ ഈ വെയിറ്റ് എന്നുള്ളത് നമ്മുടെ ഹെൽത്തിനെ അളക്കുന്ന ഒരു അളവുകോലാണോ? നമ്മള് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ് എന്തോ ആട്ടെ, യോഗയോ ജിംനാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്സോ എന്ത് ചെയ്താലും അത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അത് വെറും ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാവുന്നിടത്താണ് ആകെ മൊത്തം ടോട്ടലി നമുക്കൊരു ബാലൻസ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ആവും, മെറ്റബോളിസം ഇംപ്രൂവ് ആവും, സ്ലീപ്പ് നന്നാവും, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നന്നാവും, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമ്മൾ ഫോക്കസ് ആവും. ഇതുപോലെയുള്ള ബെനിഫിറ്റ്സിന്റെ കൂടെ ഒരു ബെനിഫിറ്റ് മാത്രമാണ് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ആവുക എന്നുള്ളത്. നമ്മൾ വെയിറ്റിൽ ഫോക്കസ് ചെയ്യുന്നതിലുപരിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജനറൽ ഹെൽത്തിലാണ് എന്ന് എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.